400 cc ഒക്കെ 350 cc ആക്കിയില്ലേ? അതിനിപ്പോ എന്നാ വിഷമമായി പോയി. എന്ത് വിഷമിക്കുന്നത്? 400 cc പോയില്ലേ, ഇനിയിപ്പോ ഇത് കിട്ടൂല. ഇതൊക്കെ ഇനി 400 cc ഒരു റേറസ്റ്റ് ബൈക്കാ. അതിപ്പം ഗവൺമെന്റ് ഇങ്ങനെ ഒരു ഒന്ന് കാണിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 350 താഴോട്ടുള്ളതിന് ഒരു GST, മേലോട്ടുള്ളതിന് ഒരു GST എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് മാനുഫാക്ചറേഴ്സ് അതിനനുസരിച്ച് നിർബന്ധിതരാകും ഇങ്ങനെ ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട്. സോ ട്രയംഫ് സ്ക്രാംബ്ലർ 400Xന് പേരിൽ മാത്രമേ ഇനി 400 ഉള്ളൂ. താനെ ഇരിക്കുന്നുള്ള 349 cc ആണ്. എന്തൊക്കെയാണ് മാറ്റം ഇല്ലാത്ത? അതാദ്യം പറഞ്ഞു. മാറ്റമില്ലാത്തെന്ന് പറഞ്ഞാൽ എഞ്ചിൻ ഒഴിച്ച് ബാക്കി ഒന്നിനും ഒരു മാറ്റമില്ല. ഒറ്റ കാര്യം മാറിയത് കീ ഇമ്മൊബിലൈസർ ഉണ്ടായിരുന്നു നേരത്തെ, അത് മാറ്റിയിട്ട് ഇപ്പൊ നോർമൽ കീ സെറ്റ് ആക്കി. ഓക്കെ, അതിന്റെയും കൂടെ കോസ്റ്റ് അങ്ങ് വെറുതെ ആർക്കും ആവശ്യമില്ല. ഐറ്റം എന്തുവാന്ന് പോലും നാട്ടുകാർക്ക് അറിയത്തില്ല. പിന്നെ എന്തിനാണ് ഇതൊക്കെ വെക്കുന്നതാണ് ട്രയംഫ് വെക്കുന്നത്. പിന്നെ അതോടെ മാറ്റിയിട്ട് ആ പൈസ കൂടെ ലാഭിക്കാമല്ലോ എന്നാണ് ട്രയംഫ് പറഞ്ഞത്. അത് മാറ്റി അതല്ലാണ്ട് വണ്ടിയിൽ ഒരു മാറ്റവും ഇല്ല. എല്ലാ ചേഞ്ചും എഞ്ചിനിലാണ്. അത് എഞ്ചിനിൽ അങ്ങനെ വലിയ ചേഞ്ച് വന്നിട്ടില്ല. ലെസ് ദാൻ 10 ചേഞ്ചസ് എന്നാണ് ട്രയംഫ് തന്നെ പറഞ്ഞേക്കുന്നത്. പിന്നെ 400 തന്നെ ആയിരിക്കും നമുക്ക് ഇന്റർനാഷണൽ മാർക്കറ്റിലോട്ട് അവർ കയറ്റിവിടുന്നത്. അതായത് 400 വെളിനാട്ടുകാർക്ക് അവിടെ എന്ത് GST? നമുക്കുള്ളല്ലോ GST പ്രശ്നം. അപ്പൊ നമുക്ക് ഇന്ന് ഇന്ത്യക്ക് 350 എങ്കിൽ 350 ഇന്നാ പിടിച്ചോ. കഷ്ടം തന്നെ അത്. പക്ഷേ ഇതിന്റെ ബെനിഫിറ്റ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൺ റോഡിൽ ഏകദേശം പഴയ വണ്ടിയുമായിട്ട് 21,000 രൂപയുടെ വ്യത്യാസം വരുന്നുണ്ട് ഇതിന്. ഇതിനിപ്പം എക്സ്ഷോറൂം പ്രൈസ് വരുന്നത് 2.59 ആണ്. അത് ഓൺ റോഡ് പ്രൈസിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ കുറവുകളും കൂടെ ഒക്കെ ആഡ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് 21,000 റുപ്പീസ് ചീപ്പറാണിത് ഓൾഡർ 400 cc സ്ക്രാംബ്ലറിനെക്കാളും. അങ്ങനെ നോക്കുമ്പോൾ ഒരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നീ ഇത്രയും ഓടിച്ചില്ല, ഇത്രയും 60 കിലോമീറ്റർ ചെന്നൈ പകുതി കവർ ചെയ്തു. 60 കിലോമീറ്റർ അല്ലേ ചുമ്മാ. അപ്പൊ എങ്ങനെയുണ്ട് ഇത്? ആ ഒരു 400 കമ്പയർ ചെയ്യുമ്പോൾ സാറ്റിസ്ഫൈഡ് ആണോ? ഞാൻ സാറ്റിസ്ഫൈഡാ. ലൈക്ക് പവർ കുറവ് എന്തായാലും ഫീൽ ചെയ്യുന്നുണ്ട്. 5.5 ന്യൂട്ടൺ ടോർക്ക് കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 3 bhp പവറും കുറഞ്ഞു. ഇതാണ് എഞ്ചിനിൽ വന്ന പവർ ആൻഡ് ടോർക്ക് ഫിയറിലെ വ്യത്യാസം. നേരത്തെ 7500 മാക്സ് പവർ വന്നിരുന്നത് ഇപ്പൊ 8000 മാക്സ് പവർ വരുന്നത്. നേരത്തെ 6500 ടോർക്ക് വന്നിരുന്നത് ഇപ്പം 7000 ടോർക്ക് വരുന്നത്. സോ അതിന്റെ ആ ഫീൽ ആൻഡ് ഫീഡ്ബാക്ക് എങ്ങനെയായി? ഓഫ് കോഴ്സ് ആ കുറവ് 5.5 Nm ടോർക്ക് കുറഞ്ഞതിന്റെ ആ ഒരു 3 bhp പവർ വ്യത്യാസം നമുക്ക് ഇതിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അറിയുന്നുണ്ട്. കുറച്ചുകൂടെ വണ്ടി സോഫ്റ്റ് ആയി, കുറച്ചുകൂടെ ആ ഒരു ചാട്ടം കുറഞ്ഞു. ആ ഒരു നല്ല പഞ്ചിയായിട്ടുള്ള അത് കുറഞ്ഞിട്ട് കുറച്ച് ഒരു ലെവൽ മെല്ലോ ഡൗൺ ആയി. പക്ഷെ അത് നിന്നെ ഈ ലെവലിൽ പോയിട്ടില്ല വണ്ടി. പുള്ളുണ്ട്. ഇപ്പോഴും വണ്ടി നന്നായിട്ട് പുള്ളി 0 to 60, 0 to 100, 0 to 120 നല്ല ക്ലീൻ ആയിട്ട് പുഷ് ചെയ്യും. കുറച്ചുകൂടെ ക്ലീൻ ആയിട്ട് പുഷ് ചെയ്യുമെന്ന് ഞാൻ പറയും. കാരണം നേരത്തെ നമുക്ക് 6000 RPM ഒക്കെ ഹിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു വൈബ്രേഷൻ, അതായത് നന്നായിട്ട് അറിയാവുന്ന രീതിക്ക് ഒരു വൈബ്രേഷൻ ഫുട് പെക്കിലും ടാങ്കിൻ്റെ സൈഡിലൊക്കെ വരുമായിരുന്നു. അത് നല്ല രീതിക്ക് കുറച്ച് കുറഞ്ഞു. ഇപ്പോഴും 6000 നമുക്ക് ആ ഒരു റെസൊണൻസ് ഫീൽ ചെയ്യും, ആ ഒരു ബസ് ഫീൽ ചെയ്യും. പക്ഷെ പഴയതിൻ്റെ അത്രയും സ്ട്രോങ് അല്ലത്. ഓക്കെ, ഇപ്പോൾ ഒരു കൺഫ്യൂഷൻ ആയിട്ടുണ്ട്. അതായത് വൈബ്രേഷൻ ഇപ്പോൾ ഇതിനകത്ത് ഫീൽ ചെയ്യുന്നില്ല. 400-നേക്കാളും കുറവാണ്. പക്ഷേ 400 അത്രയും പെർഫോമൻസും ടോർക്കും ജനറേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. കൈൻഡ് ഓഫ് അത്രയത്തിലെത്തിയിട്ടില്ല. പക്ഷേ എഞ്ചിന്റെ ആ ഒരു സ്ട്രോക്ക് കുറഞ്ഞല്ലോ, വണ്ടി കുറച്ചും കൂടെ ആ ഒരു മാനേജ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല അവർ ക്രാങ്ക് ഷാഫ്റ്റ്, കൗണ്ടർ ബാലൻസർ, കണക്ടിങ് റോഡ്സ്, ഹെഡ് എല്ലാം ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതിനനുസരിച്ച്. അങ്ങനെ ആ അത്രയും ചേഞ്ചുകളിലൂടെയാണ് ഈ എഞ്ചിനെ അത് CC കുറച്ചത്. പക്ഷേ ആ CC കുറവിൽ നിന്നും പവർ കുറയുന്നത് മാറ്റാനായിട്ട് ട്യൂണിങ്ങിൽ അവർ നോക്കിയിട്ടുണ്ട്. കസ്റ്റമേഴ്സിന് 400-നെ അതേ രീതിക്ക് തന്നെ ആ ഒരു പവർ ആൻഡ് റെസ്പോൺസീവ് ഫീല് തരുന്ന രീതിക്കാണ് ട്യൂൺ ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ വയ്ക്കും 350 പറഞ്ഞപ്പോഴത്തേക്ക് മൈലേജ് കൂടുമല്ലോ എന്ന് വിചാരിച്ചു. ട്രയംഫ് പറഞ്ഞത് മൈലേജിനെ ഫോക്കസ് ചെയ്തിട്ടല്ല ഞങ്ങൾ ട്യൂൺ ചെയ്തിരിക്കുന്നതെന്നാണ്. ആ ഒരു ലോവർ എൻഡ് പഞ്ചും മിഡ് റേഞ്ച് പെർഫോമൻസ് ഒക്കെ തന്നെ 400 എങ്ങനെയാണോ നമുക്ക് തന്നുകൊണ്ടിരുന്നത് അതേപോലെ തന്നെ തരാൻ സാധിക്കുന്ന രീതിക്കാണ് ഇതിനെ ചെയ്തിരിക്കുന്നത്. പക്ഷേ എന്നാലും ആ ഒരു ഫിഗറിലുള്ള വ്യത്യാസം നമുക്ക് റോഡിലും ഫീൽ ആകുന്നുണ്ട്. പക്ഷേ ഇത് കുറച്ചും കൂടെ സ്മൂത്തർ ആയതുകൊണ്ട് ഡ്രൈവ് കുറച്ചുകൂടെ എൻജോയ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ഇത് കുറച്ചും കൂടി ഇപ്പം കാമായിട്ട് സ്മൂത്തായിട്ട് ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റുന്നുണ്ട്. ആ ഒരു ഹെവി എഞ്ചിൻ താഴെ കിടന്ന് വർക്ക് ചെയ്യുന്ന ഫീൽ ഇപ്പം നിനക്ക് അത്ര തോന്നുന്നില്ല. കുറച്ചും കൂടെ അതിൻ്റെ എഞ്ചിൻ ലൈറ്ററായി. എന്താ ഇപ്പം നമുക്ക് ഒരു 80 കിലോ ഉള്ള ഒരാൾ 60 കിലോയിലോട്ട് കുറഞ്ഞു കഴിയുമ്പോൾ ആൾക്ക് ഉണ്ടാകുന്ന ഒരു ഫ്രീയും ഒരു ഇതുണ്ടല്ലോ, അതുപോലെ എനിക്കിത് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ചുകൂടെ എഫേർട്ട്ലെസ് ആകുന്നുണ്ട്. മറ്റേ നിനക്ക് ചിലയിടത്ത് ആ ഒരു എഞ്ചിന്റെ ആ ഒരു താളം നിനക്ക് ആ ഒരു പിസ്റ്റന്റെ ഒരു ഇത് നമുക്ക് ഫീൽ ചെയ്യുമായിരുന്നു. പക്ഷേ ഇതിലതില്ല. സോ ലോ ആൻഡ് RPM അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ 6th ഗിയറിൽ 60 km/h ചെയ്യുന്ന ത്രോട്ടിൽ കൊടുത്തു നോക്കി. ആ ഒരു സ്പീഡിൽ 60 km പോകണമെന്നുണ്ടെങ്കിൽ 3000 RPM 3500 RPM ഉള്ളിലാണ് എഞ്ചിൻ RPM നിൽക്കുന്നത്. അപ്പോൾ ആ സ്പീഡ്സിൽ നീ ത്രോട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ജെർക്കിംഗ് ഇല്ലാണ്ട് വണ്ടി മുന്നോട്ട് പോകുന്നുണ്ട്. അതിൽ നിന്ന് ഫുൾ വൈഡ് ഓപ്പൺ ത്രോട്ടിൽ കൊടുത്താലും വണ്ടി ഈസി ആയിട്ട് ക്ലൈംബ് ചെയ്യുന്നുണ്ട്. പക്ഷേ 400 ക്ലൈംബ് ചെയ്യുന്നതിന്റെ അത്രയും ക്വിക്കായിട്ടാണെന്ന് ചോദിച്ചാൽ അല്ല. എന്നാൽ ഒരു ബുദ്ധിമുട്ടും കൂടാതെ ഇത്
ക്ലൈം ചെയ്യും അപ് ടു 120. 400ന്റെ ടോപ്പ് സ്പീഡ് അവർ ക്ലെയിം ചെയ്യുന്നത് 146.5 km/h ആണ്. ഇതിന് 144 ക്ലെയിമിന്റെ ടോപ്പ് സ്പീഡ്. 2.5 കിലോമീറ്ററിന്റെ വ്യത്യാസം മാത്രമേ ബജാജ് ക്ലെയിം ചെയ്യുന്നുള്ളൂ. മീറ്ററിൽ നമുക്ക് അപ് ടു 150 അടുത്ത് വരെ പോകുന്നതായിട്ട് എനിക്ക് കാണാൻ പറ്റി. അതിന് മുകളിലോട്ടില്ല. ടോപ്പിൽ എത്തുമ്പോഴത്തേക്ക് സാച്ചുറേറ്റഡ് ആയിട്ട് തോന്നുന്നു. നമുക്ക് ആ ഒരു ലോ എൻഡും മിഡ് റേഞ്ചും ആണ് ഏറ്റവും പഞ്ചിയറായിട്ട് ഈ വണ്ടിയിൽ നിൽക്കുന്നത്. 6000 നീ സ്റ്റഡി ആയിട്ട് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബസ് ഫീൽ ചെയ്യും. പക്ഷേ എബോവ് 6000 ബിലോ 6000 നല്ല സ്മൂത്ത്. എവിടെ ബസ്? ഫുഡ് പാക്കിലാണ് കൂടുതലായിട്ട് തോന്നുന്നത്. അത്യാവശ്യം നല്ല ബാറിലൊന്നും കയറുന്നില്ല. ഹാൻഡ് ബാറിലോട്ടില്ല, ടാങ്കിലോട്ടും എനിക്ക് വന്നില്ല. ബൂട്ട് ഇട്ടിട്ട് എനിക്ക് ഫുഡ് പാക്കിൽ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഈസി നിനക്ക് ഓൾ ഡേ 100-110 ക്രോസ് ചെയ്യാം. പുഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 120 ക്രോസ് ചെയ്യാം. ഈ 120 വിൻ ബ്ലാസ്റ്റ് എനിക്ക് അങ്ങനെ വലിയ ഇഷ്യൂ ആയിട്ട് തോന്നിയില്ല. 120 നിനക്ക് കുറച്ച് വിൻ റെസിസ്റ്റൻസ് ഫീൽ ചെയ്യും. പക്ഷേ അത് നിനക്ക് നീ അത്രയ്ക്ക് എമർജൻസി ആണ് നിനക്ക് ആ 120 പുഷ് ചെയ്താൽ പറ്റുമെന്നുണ്ടെങ്കിൽ നിനക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അല്ലാത്ത പക്ഷം 90 to 110 അല്ലെങ്കിൽ 115 കംഫർട്ടബിൾ റേഞ്ചാണ്. 100 ഓടുന്ന വണ്ടിക്ക് ഒരു വിഷയമുള്ള കാര്യമല്ല. 110 ഒന്നുമല്ല. 80 ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മളൊരു കമ്പ്യൂട്ടർ ബൈക്കിൽ 60 അല്ലെങ്കിൽ 50 പോകുന്ന പോലെ ഉള്ളൂ. ഭയങ്കര എഫേർട്ട്ലെസ് ആണ്. പിന്നെ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും 10% ഫ്യൂൽ എഫിഷ്യൻ്റ് ആയിരിക്കും എന്നാണ് എക്സ്പെക്ട് ചെയ്യാൻ. എനിക്ക് മീറ്ററിൽ എനിക്കത് കാണാൻ പറ്റുന്നുണ്ട്. പഴയതിൻ്റെ 18 ആണെങ്കിലോ ഇപ്പം നമ്മൾ ഒരുമാതിരി റാഷ് ഡ്രൈവ് ആണെന്നുണ്ടെങ്കിൽ 18 km/l ഒക്കെയാണ് ആവറേജ് കാണിക്കുന്നുണ്ടെങ്കിൽ ഇത് വരുന്ന ഇതിൽ 24-25 ആ റേഞ്ച് കാണിക്കുന്നുണ്ട്. റിയൽ വേൾഡിൽ നമ്മൾ ഓടിക്കുമ്പോഴേ അറിയത്തുള്ളൂ എന്തോരം കിട്ടുന്നുണ്ടെന്നുള്ളത്. പക്ഷേ കുറച്ചും കൂടെ ആ ഒരു കുറഞ്ഞതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ നീ വൈകാരികമായിട്ട് ചിന്തിക്കുകയാണ് 400 ആയിരുന്നു നല്ലത്, 350 50 കുറയാന്ന് പറഞ്ഞാൽ നമുക്കങ്ങനെ അതങ്ങനെ ചിന്തിക്കുന്നവർ അവരുടെ മനോവൈകല്യം എന്ന് ഞാൻ പറയുള്ളൂ. ഇല്ല, ഞാൻ വേറൊരു സംഭവം കൂടെ ആലോചിച്ചിട്ടുണ്ട്. ഇപ്പം റീസെൻ്റ് ആയിട്ടാണെങ്കിൽ 400cc ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ടുള്ളവന് ഈ 350 എടുത്താൽ സാറ്റിസ്ഫൈഡ് ആയിരിക്കുമോ? സാറ്റിസ്ഫൈഡ് ആവാതിരിക്കാനുള്ള ഒരു കാരണവും ഞാൻ അതിൽ കാണുന്നില്ല. ഇല്ലല്ലോ. വണ്ടി നല്ല കേപ്പബിൾ ആണ്. ഓടിക്കാൻ ഇപ്പോൾ കുറച്ചും കൂടെ സ്മൂത്ത് ആയിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് എനിക്കിതാണ് പ്രിഫറബിൾ. ഇല്ല 400 തരുവാണെന്നുണ്ട്. അതേ പറഞ്ഞ ഇപ്പം ഞാൻ എന്നോട് 400 ചെയ്ത് തന്നിട്ട് ഒരു സിറ്റിയിലും എല്ലാ കണ്ടീഷനിലും ഓടിക്കുന്നു പറഞ്ഞാൽ ഞാൻ കുറച്ചും കൂടെ ചൂസ് ചെയ്യുന്ന ഇതായിരിക്കും. സിറ്റി ഇത് കുറച്ചും കൂടെ കാമറാണ്. കാരണം 400 സെക്കൻഡ് ഹാൻഡ് വിലയ്ക്ക് പർച്ചേസ് ചെയ്യാൻ ആൾക്കാർ ഇനി പോകും. അതാ ഞാൻ ആ 400 കിട്ടിയാലേ നിനക്ക് 3 BSP കൂടെ ഉണ്ടെങ്കിലേ നീ ലോകം ജയിക്കും എന്നുള്ള ആ ഒരു മനം അതാ നിനക്ക് വരുന്നതെങ്കിൽ നീ എടുത്തോന്ന് ഞാൻ പറയത്തുള്ളൂ. ഒരു 3 BSP അല്ലെ 5.5 NM കുറവാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അത് ഇന്ത്യൻ റോഡ്സിന് ആക്ച്വലി ആ 40 BSP എന്ന് പറയുന്നത് മോർ ദാൻ ഇനഫാണ്. നമ്മുടെ ഡെയിലി കമ്മ്യൂട്ടർ ടൂറിങ് എല്ലാം വന്ന് ഈസി ആയിട്ട് നമുക്ക് ഇതിൽ ടൂർ ചെയ്യാം. 110 120 മേളിൽ ആരാണ് ഒരു 400cc കൊണ്ട് ക്രൂസ് ചെയ്യുന്നത്? ഒരു സംശയം കൂടെ, പില്ലണ വെച്ചിട്ടാണല്ലോ ഇതിന്റെ പില്ലണ വെച്ചിട്ടാണെങ്കിൽ നിനക്ക് പിന്നെ നേരത്തെ ഉണ്ടായതിൻ്റെ അത്ര ഈസിനെസ് ഫീൽ ചെയ്യത്തില്ല. കുറച്ചും കൂടെ വണ്ടി പണിയെടുക്കുന്നതായിട്ട് പോലും. പക്ഷേ അതും നിനക്ക് ഒരു ഡീൽ ബ്രേക്കറായിട്ട് തോന്നുന്നു എനിക്ക് തോന്നുന്നില്ല. ഓവറോൾ നിനക്ക് ആ ഒരു ട്രയംഫ് എന്ന് പറയുന്ന ഒരു മോട്ടോർ സൈക്കിളിൻ്റെ എക്സ്പീരിയൻസ് ഇവൻ സ്മൂത്തറാക്കി കിട്ടിയേക്കാണ്. പ്ലസ് ആ പ്രൈസ് ഡിഫറൻസ് ഓഫ് കോഴ്സ് ആ 21,000 ഈ വണ്ടിക്ക് കുറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ആസ് എ ബയർ എനിക്കത് ഭയങ്കര ഒരു നല്ല കാര്യം തന്നെയാണ്. എനിക്ക് ഈ വണ്ടി എത്ര വില കുറച്ച് കിട്ടുന്നോ അത്രയും നല്ലതെന്ന് കണ്ടാണ് ഞാൻ ഇരിക്കുന്നത്. അല്ലാണ്ട് എനിക്കിപ്പോൾ എൻ്റെ കയ്യിലുള്ള പൈസ ട്രയംഫ് അല്ലേ എന്നാൽ 5 രൂപ കൂടുതൽ ഓടിച്ചു അങ്ങനെ ആരും ചിന്തിക്കത്തില്ല. കാശ് നിനക്ക് അതുപോലെ കിടപ്പുണ്ടെന്ന് ചിലപ്പോൾ ചിന്തിക്കുമായിരിക്കും. പക്ഷേ എനിക്ക് അങ്ങനെ കാശുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും 400 വാങ്ങിക്കാൻ പോകത്തില്ല. ഞാൻ പോയി സ്ട്രീറ്റ് വിൻഡോ എല്ലാം വാങ്ങിക്കും. പറഞ്ഞു വന്നത് ഓൾറെഡി നല്ല ഒരു ബൈക്കിനെ കുറച്ചും കൂടെ ഒരു ബെറ്റർ ആക്കി. അത് CC കുറഞ്ഞു എന്നുള്ള ഒരു പോയിന്റിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. CC കുറഞ്ഞെന്ന് പറഞ്ഞത് അതുപോലെ ഈ ഒരു വണ്ടി ഇത് ഇറക്കിയപ്പോൾ തൊട്ട് എല്ലാവരും പറയുന്നത് 400 ഒരു ഡൗൺ ഗ്രേഡ് ആണെന്നാണ് പറഞ്ഞു വന്നത്. അങ്ങനെ ആളുകൾക്ക് തോന്നുള്ളൂ. ഓൺ പേപ്പർ അത് കുറഞ്ഞു. നമ്മുടെ നാട്ടിൽ ആളുകൾ വണ്ടിയുടെ ഫീലിനേക്കാൾ കൂടുതൽ ഓൺ പേപ്പർ എത്ര ഉണ്ട്, യൂട്യൂബ് വീഡിയോസിൽ വണ്ടി എത്ര ടോപ്പ് എൻഡ് അടിക്കുന്നു എന്നുള്ളത് നോക്കിയിട്ടാണ് എടുക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് അവർക്ക് ഓഫ് കോഴ്സ് അതൊരു മടുപ്പായിരിക്കും. പക്ഷേ ഈ വണ്ടി വാങ്ങുന്ന ജെന്യുവിൻ ബയേഴ്സ് ഉണ്ട്. ട്രാവലിംഗ് ഇഷ്ടപ്പെടുന്ന ആളുകൾ, ഇച്ചിരി മെച്യൂർഡ് റൈഡിങ് ഇഷ്ടപ്പെടുന്ന ആളുകൾ, ഒരു ബിഗ് അല്ലെങ്കിൽ എന്താ പറയുന്നത് ഇച്ചിരി വലിപ്പമുള്ള ഒരു ട്രയംഫ് മോട്ടോർ സൈക്കിൾ വേണമെന്ന് ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ളവർക്ക് ഇതൊരു നല്ല ഡീൽ തന്നെയാണ്. എന്തുകൊണ്ടും അങ്ങനെയുള്ളവർ ഇത് പ്രൈസ് ചെയ്യും ഈ വണ്ടിയെ. ഓക്കെ ഫൈൻ. അപ്പോൾ എന്തുകൊണ്ട് ഇതിൻ്റെ പേര് മാറ്റിയില്ല എന്നുള്ള ചോദ്യം അവിടെ ഉയർന്നിരുന്നു. അതിൽ ട്രയംഫ് പറഞ്ഞത് ഇപ്പം ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ പതിഞ്ഞിരിക്കുന്നത് ഒരു ലേബലിലായിരിക്കും. ഇപ്പോൾ സഗീഷ് എന്ന് പറയുന്ന നിൻ്റെ പേര് പെട്ടെന്ന് മാറ്റിയിട്ട് വേറൊരാളുടെ പേരിട്ട് കഴിഞ്ഞാൽ അത് ഇതുവരെ അറിഞ്ഞിട്ടുള്ള ആളുകൾക്ക് നിന്നെ മാറ്റി വിളിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. വണ്ണം കുറഞ്ഞെന്ന് പറഞ്ഞ് നിന്നെ വേറെ പേരിടാൻ പറയുമ്പോൾ സെയിം കാര്യമാണ് ഇവിടെ. പക്ഷേ ട്രയംഫ് 400 സീരീസ് എന്ന് പറഞ്ഞാൽ ഗ്ലോബലി അവർക്ക് ട്രയംഫ് 400 ആണ്. അതിപ്പം ഇന്ത്യക്ക് വേണ്ടിയിട്ട് അത് ഒരു 350 ഇന്ത്യൻ നോംസിന് വേണ്ടിയിട്ട് 350 മാറ്റിയെന്ന് കണ്ടിട്ട് 350 വിളിക്കേണ്ട ആവശ്യം ട്രയംഫിനില്ല. ഇപ്പോൾ 390 എടുക്കുകയാണെന്ന് ഏത് കാലത്താണ് 390 390 cc ഉള്ളത്? 373 അതുകൊണ്ടാണ്. അന്നേരം ആർക്കും പരാതിയില്ലായിരുന്നല്ലോ. അത് ഏറ്റവും കോമഡി മറ്റേ NX 200 ഏത് ബൈക്കാണ് 200? അപ്പം അങ്ങനെയൊക്കെയല്ല. 350 cc ഒരു വണ്ടിക്കകത്തിരിക്കുന്നു കൊണ്ട് അതിൻ്റെ പേരിനെ നീ 350 ഇടണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. മനസ്സിലായില്ലേ?
ട്രയംഫ് അതുമാണ് പറയുന്നത്. ഓക്കെ. വേറൊരു ഒരെണ്ണം കൂടെ, സർവീസ് ഇന്റർവെലിനകത്ത് വ്യത്യാസം വേറൊരു കാര്യത്തിൽ ഒരു വ്യത്യാസവും ഇല്ല. ഒരു സിമ്പിൾ ചേഞ്ച് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. സിമ്പിൾ ചേഞ്ച്, ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട്. അത് ട്രയംഫിനും കസ്റ്റമേഴ്സിനും ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ഈ വണ്ടിയെ എങ്ങനെ 350ലേക്ക് മാറ്റാവുന്ന ട്രയംഫ് ചിന്തിച്ചു, അത് അവർ ചെയ്തു. അത്രേ ഉള്ളൂ ഈ വണ്ടി. എല്ലാ മോഡലും മാറ്റി. T4 മാറി, സ്പീഡ് 400 മാറി, സ്ക്രാമ്പിൾ 400 മാറി, XC മാറി, ട്രക്സ്റ്റൺ മാറി, പുതിയൊരു മോഡലും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തു, ട്രാക്കർ 400. ഒരു കാര്യം, T4 ഓൾറെഡി ഇതിനെക്കാട്ടിലും 10 പവർ കുറവായിരുന്നു. അപ്പോൾ അത് പിന്നെയും കുറഞ്ഞു. പോടാ, അത് 20 റേഞ്ചിലേക്ക് പോയി അതിൻ്റെ പവർ. മേ ബി അത് നമുക്ക് ഫീൽ ചെയ്യുമായിരിക്കും. പക്ഷേ അപ്പോഴും അതിൻ്റെ കസ്റ്റമേഴ്സിനെ നോക്കണം. ട്രയംഫ് പറയുന്നത് ആ T4ൻ്റെ കസ്റ്റമേഴ്സിന് T4 പവർ തന്നെ കൂടുതലാണെന്നാണ് അവർ പറയുന്നതെന്ന്. കാരണം അതുപോലെ മെച്യൂർഡ് ആയിട്ടുള്ള ആളുകളാണ് ആ വണ്ടി എടുക്കുന്നത്. അവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ അത് അതിപ്രസരമാണ്. ഓക്കെ, അവർക്ക് പറയുന്നത് 5-10 BHP കുറച്ചാലും കുഴപ്പമില്ല, ഇച്ചിരി മൈലേജ് വന്നായിരിക്കും അവർ പറയുന്നത്. 5-10 കസ്റ്റമർ ഫീഡ്ബാക്ക് കൂടെ അവർ നോക്കുന്നുണ്ട്. പല വണ്ടികൾക്ക് പല കസ്റ്റമർ റേഞ്ച് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വണ്ടിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇത് എടുക്കുന്ന ആളുകൾക്ക് നല്ല സസ്പെൻഷനാണ് ഈ വണ്ടിയുടെ. ഇപ്പം നമ്മൾ ഈ കണ്ടത്തിൽ കൂടി ഇത്ര നേരം ഓടിച്ചു, അത്യാവശ്യം നന്നായിട്ട് ഇത് എടുത്തുകൊണ്ട് പോയി. ഒരു ലിമിറ്റേഷൻ എനിക്ക് തോന്നിയില്ല. ഇവിടെ ഇറക്കണം, റോഡിൽ കൂടെ പോയി ഇങ്ങനെ ഒരു സംഭവം കണ്ടു, ഇറക്കണമെന്ന് തോന്നി, ഇറക്കി. എവിടെ ആണെങ്കിലും ഇങ്ങനെ ഇറക്കാം. ഇത് ഹാർഡ് കോർ. ഇപ്പം ഞാനൊരു KTM 390 അഡ്വഞ്ചർ 6 കൊണ്ടൊന്ന് ഇവിടുന്ന് എടുത്ത് ചാടിക്കുന്ന പോലെ ചാടിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഇല്ല. ഇതിന് ആ സസ്പെൻഷൻ്റെ ലിമിറ്റേഷൻസ് ഉണ്ട്, വണ്ടിയുടെ വെയിറ്റിന് ലിമിറ്റേഷൻ. പക്ഷേ നമുക്ക് ഇതുപോലൊരു ടെറൈനിലും ഒന്നും നോക്കാണ്ട് ഇറക്കി ഓടിക്കാൻ പറ്റും. 2 പേരെ വെച്ചുകൊണ്ട് നിനക്ക് കംഫർട്ടബിളായിട്ട് ഓടിക്കാൻ പറ്റും. ഒറ്റയ്ക്ക് ഇരുന്നാണെങ്കിലും അത്യാവശ്യം നല്ല ഡിസ്റ്റൻസ് എനിക്ക് ഇതിൽ കവർ ചെയ്യാൻ പറ്റും. നല്ല ക്വാളിറ്റി ഉണ്ട് കമ്പോണൻസിലെല്ലാം. അതിൻ്റെ അതൊരു ട്രൂ ട്രയംഫ് എന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാൻ പറ്റും. അതുപോലെ കമ്പോണൻസ് എല്ലാം ക്വാളിറ്റി ഉണ്ട്. ഇതിൽ കൂടുതൽ എന്താ വേണ്ടേ? വേണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 400,000 അതിൽ പോകുന്ന പറഞ്ഞില്ല. ഇനിയിപ്പോൾ ബജാജും കുറയും, KTM കുറയും, എല്ലാം കുറയും. എല്ലാം 350. ബജാജ് രാമോൻ അത് വലിയൊരു ഹാർഡ് ബ്രേക്ക് ആയിരിക്കും. എല്ലാം പറയുമ്പോൾ അതാണ് ഈ വണ്ടിയെ പറ്റിയുള്ളത്. പ്രൈസ് പറഞ്ഞ പോലെ 21,000 രൂപയുടെ ബെനിഫിറ്റ് നമുക്ക് കിട്ടും. 2.59 lakhs ആണ് ഇപ്പോൾ ഇതിൻ്റെ എക്സ്ഷോറൂം ഡൽഹി പ്രൈസ് വരുന്നത്. ട്രാക്കറിനെ പറ്റി ഇതിനകത്ത് പറയണ്ടല്ലോ. ട്രാക്കറും ആ വണ്ടി വേറെ സെഗ്മെൻറ്റാണ്. ട്രാക്കർ എടുത്തൊന്ന് ചെയ്യാൻ വീഡിയോ പറയാം. അതെ, അപ്പം അത് ഇറങ്ങിയെന്ന് മനസ്സിലാക്കുക. ഈ എൻ്റയർ സീരീസ് ലൈനപ്പിനെ അവർ 350 മാറ്റി എന്നുള്ളത് മനസ്സിലാക്കുക. എന്താണ് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി തോന്നാനുള്ളത് കമൻറ്റ് ചെയ്യുക തീർച്ചയായിട്ടും. അപ്പോൾ ഈ വണ്ടി നിങ്ങൾ എടുക്കുമോ അതോ 400 തന്നെയാണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത്? 400 സെക്കൻഡ് ഹാൻഡ് എടുക്കൂ. അതെ, അതുകൊണ്ട് കമൻറ്റ് ചെയ്യാം. വേറൊന്നും പറയാനില്ലല്ലോ. ഇല്ല, ഇനി മാറിയിരുന്ന കാര്യം